എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതിനെതിരെയുള്ള വ്യാപകമായിട്ടുള്ള ബോധവൽക്കരണം. അത്തരത്തിലുള്ള പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഈ പരിഹാരത്തിൽ ഈ പറയുന്ന പ്രദേശത്തുള്ള വ്യാപാരികൾ ഏറ്റെടുക്കുന്നത്. അതുപോലെ സമൂഹത്തിലെ നാനാ തുറകളിലെ ആളുകളും ഇതിനെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഇപ്പൊ ഏറ്റെടുക്കുന്നുണ്ട്. അതിനെ വളരെ സജീവമായി കൊണ്ടുപോകണം. കാരണം ലോകത്തിൽ പലയിടങ്ങളിലും പരീക്ഷിച്ച് പരാജയപ്പെട്ട ഒരു സംഭവമാണ് ലഹരിയുടെ നിരോധനം എന്നുള്ളത്. പക്ഷെ അത്തരം സ്ഥലത്തൊക്കെ പുതുതായിട്ട് ആളുകൾ ലഹരിയിലേക്ക് വരാതിരിക്കാൻ സഹായിച്ചിട്ടുള്ള കാര്യം ഇതിന്റെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഓരോ മനുഷ്യനെയും ബോധ്യപ്പെടുത്തുന്ന പ്രവർത്തനം സജീവമായി നടത്തുക എന്നതാണ്. ആ ലഹരി വിരുദ്ധ ബോധവൽക്കരണം എന്നതാണ് ഓപ്പറേഷൻ തണ്ടറും ഓപ്പറേഷൻ തൂഫാനും ലക്ഷ്യമിടുന്ന മൂന്നാമത്തെ പ്രവർത്തനം. നാലാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ചില ആളുകൾ ലഹരിക്ക് അടിമപ്പെട്ടു പോയ ആളുകൾ പിന്നെ ചെയ്യുന്ന കാര്യം എന്താ? ലഹരിയുടെ വിൽപ്പന നടത്തിയിട്ട് അതിൻ്റെ അകത്ത് നിന്ന് കാശ് കൊണ്ടാണ് പിന്നെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. അത്യാവശ്യം അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും പിന്നെയോ വീണ്ടും ഈ സാധനം വാങ്ങണമെങ്കിൽ കാശ് വേണമല്ലോ. അതിനു വേണ്ടിയിട്ട് അവർ കണ്ടെത്തിയിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മുടെ ബിവറേജ് ഔട്ട്ലെറ്റിൽ നിന്ന് മറ്റുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് വിൽപ്പന നടത്തുക. അപ്പൊ വിൽപ്പന നടത്തിയിട്ട് ചില ആളുകൾ ലഹരി ശീലം നിർത്താൻ ചികിത്സയുടെ ഭാഗമായി നിർത്താൻ തയ്യാറാവും. ഈ ലഹരി ശീലം നിർത്തിക്കഴിഞ്ഞാൽ